ഇതൊക്കെ കണ്ട എന്തായാലും ഈ പ്ലാന്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും. ഇതാണ് എൻ്റെ അമ്മാമ്മ. ആളൊരു പ്ലാന്റ് ലവറാണ്, നല്ല പ്ലാന്റ് ലവറാണ്. അമ്മാമ്മേ, സ്ഥലം എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ സരോജാമ്മ. പ്ലാന്റ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇവർ രണ്ടുപേരും നല്ലൊരു പ്ലാന്റിനെ നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ വീട്ടിൽ ഫുള്ള് പ്ലാന്റ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഭംഗിയാണ്. ഇതൊക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ വണ്ടി ഫുള്ള് നിറഞ്ഞാണ്. ഇത് കാണാനൊരു പ്രത്യേക ഭംഗി. ഇതാണ് നമ്മുടെ സീറ്റ്. ഇതെന്തോ വാട്ടർ ഡാൻസിന്റെ സെറ്റപ്പാ തോന്നുന്നു. ഞങ്ങളുടെ എന്താ പറയാ നല്ല സമയം കാരണത്താൽ ട്രെയിൻ ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായിപ്പോയി. അല്ലാണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നപ്പോൾ ഞങ്ങൾ എത്താറായപ്പോഴത്തേക്കും ടിക്കറ്റ് തീർന്നു. വളരെ നമുക്ക് നാളെ 8 o'clock ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫോം ഫില്ലാക്കിക്കൊണ്ടിരിക്കാനായിട്ട്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പുറത്തുകൂടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാനപ്പോൾ ഇത് ഞാൻ ഒരു കൈ കൊണ്ടല്ല ചെയ്താൽ ഞാൻ ഇത് 2 സാധനം തിന്നണേ വെച്ചത്. എന്തായാലും എല്ലാവരും ഊട്ടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും, അതും 2-3 പ്രാവശ്യം. ബട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇവിടെ കൂടുതലും ഗാർഡൻസ്, പിന്നെന്താ ബോട്ടിങ്സ് കുറവാണ്, 2-3 സ്ഥലത്തുള്ളൂ. ബട്ട് ഗാർഡൻസ് ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗാർഡൻസ് പ്ലാന്റൊക്കെ ഇഷ്ടമുള്ളവരെ എന്തായാലും ഇവിടുത്തെ ഗാർഡൻസ് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഈ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മൾ ഊട്ടിയിൽ വരാത്തവർക്ക് വേണ്ടിയാട്ടോ ഇത്. ഊട്ടിയിൽ പ്ലാസ്റ്റിക്സ് ഒന്നും പാടില്ല. പ്ലാസ്റ്റിക് നമ്മൾ ഊട്ടിയിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ കുറച്ച് ഡസ്റ്റ്ബിൻസ് ഒക്കെ ഉണ്ടാവും. ഈ പാസ് എടുക്കുന്നതിന് മുമ്പ് അവിടെ വേണം നമ്മൾ ഇതൊക്കെ കളയാൻ. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം ഊട്ടിൻ്റെ അകത്തോട്ട് കയറാൻ. അല്ലെങ്കിൽ നമ്മളല്ലാണ്ട് പ്ലാസ്റ്റിക് സ്ട്രോ പോലും പറ്റില്ല. പ്ലാസ്റ്റിക് കവർ, സ്ട്രോ, വാട്ടർ ബോട്ടിൽ, പിന്നെ എന്താ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മളവിടെ കളയുകയാണെങ്കിൽ നമുക്ക് 1000 rupees ഫൈൻ ഉണ്ടാവും. ഗൈസ്, ഇതിനകത്ത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഗൈസ് നോക്ക്, അതെന്താ എരുമയോ പോത്തോ അങ്ങനത്തെ സാധനമില്ല ഇത്? എനിക്കറിയില്ല കേട്ടോ, പോത്തല്ല എരുമ എന്തോ. അടുത്തായിട്ട് വരുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ്. കുറച്ചുള്ളൂ, എന്താ പറയുക, നമ്മൾ